everyone, welcome back to my channel. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നിനി എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നറിയാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അത് വിൻറ്റേജ് ജനറൽ സപ്ലൈസ് ആണ് കേട്ടോ. ജേണൽ ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ജേണൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഈ വീഡിയോ അധികം കാണുന്നതെന്ന് വിചാരിക്കുന്നു. ജേണൽ സപ്ലൈസ് എല്ലാം തന്നെ വിൻറ്റേജ് ആയാലും എസ്തെറ്റിക് ആയാലും എല്ലാം തന്നെ നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നത് തന്നെയാണ്. പക്ഷേ ചിലതൊക്കെ റേറ്റ് നല്ല കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ റേറ്റൊക്കെ വിചാരിച്ച് വാങ്ങിക്കാണ്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ സംസാരിച്ച് നേരം കളയേണ്ട നമുക്ക് വർക്കിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് സർക്കിൾ പാറ്റേൺ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇതുണ്ടാക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സംഭവം സിമ്പിളാണ്. നമുക്ക് വേണ്ട കുറച്ച് കളേഴ്സ് എടുക്കാം. മീൻസ് വിൻറ്റേജ് തീമിൽ വരുന്ന കുറച്ച് കളേഴ്സ് എടുത്തിട്ട് സർക്കിളിൽ ഒന്നെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ സർക്കിളാക്കിയിട്ട് വരച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ കട്ട് ചെയ്തുന്നത് ഞാൻ ജസ്റ്റ് ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് സർക്കിൾ വരച്ചെടുത്തു. അതിൻ്റെ അകത്ത് കളർ ചെയ്തെടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഇനി സ്റ്റിക്കേഴ്സ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് വരച്ച പോർഷനിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. വൈറ്റ് പോർഷൻ വിടാണ്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ജനൽ ചെയ്യുമ്പോൾ ഒട്ടിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഫ്ലോറൽ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. ഇവിടെ പിക്ചേഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ബ്ലാക്ക് ജെൽ പെന്നാണ് കേട്ടോ. 10 റുപ്പീസ് വരുന്നൊരു പെന്നാണ്. പിന്നെ നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഞാൻ കുറച്ച് സർക്കിളിൽ പിക്ചേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. മീൻസ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു അടുപ്പ് വെച്ചിട്ട് സർക്കിൾ വരച്ചു. അതിൻ്റെ അകത്ത് കുറച്ച് കളേഴ്സ് ഇതുപോലെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഈ കളറിംഗ് ഒക്കെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. കാരണം ഞാനിവിടെ വാട്ടർ കളറല്ല യൂസ് ചെയ്യുന്നത്. സോ വാട്ടർ വരുന്നതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ എനിക്കതിൽ പിക്ചേഴ്സൊക്കെ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ടാണ് കളറിങ് നേരത്തെ ചെയ്ത് വെച്ചത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് പിക്ചേഴ്സൊക്കെ വരയ്ക്കാം. സോ ഫ്ലോറൽ സ്റ്റിക്കേഴ്സ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ചെടികളും ഒക്കെയാണല്ലോ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതേ എൻ്റെ ഐഡിയക്ക് വരുന്ന കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അതുപോലെ ഓഫ് കോഴ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ കസിൻസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഗീവ് അവേയുടെ കാര്യം മറന്നുപോയോ? നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഗീവ് അവേൻ്റെ കാര്യം അറിയുന്നുണ്ടാവും. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മളൊരു ഗീവ് അവേ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴെല്ലാം നമ്മൾ 1K സബ്സ്ക്രൈബർ ആവുന്ന അന്നാണ് വിന്നറിനെ അനൗൺസ് ചെയ്യുക, തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഒന്നുമില്ല, ചെറിയൊരു പരിപാടിയേ ഉള്ളൂ. നമ്മൾ ആ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഗിവൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ വീഡിയോ തൊട്ടിട്ട് ഇനി 1K ആവുന്നത് വരെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോസിൻ്റെ താഴത്ത് കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റ് ഇടുന്നവരിൽ നിന്നാണ് ഞാൻ വിന്നറിനെ സെലക്ട് ചെയ്യുക. തീർച്ചയായും അവരെൻ്റെ സബ്സ്ക്രൈബർ ആവണം. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കല്ലേ കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് സബ്സ്ക്രൈബർ ആവണമെന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസിൻ്റെ താഴത്ത് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് തന്നെ നമ്മൾ ലാസ്റ്റ് വീഡിയോ മീൻസ് കഴിഞ്ഞ വീഡിയോ തൊട്ടിട്ട് 1K ആവുന്നത് വരെയുള്ള വീഡിയോസ് നോക്കും. അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയിട്ട് കമൻറ്റ് ഇടുന്ന ആളുകളിൽ നിന്നും നമ്മൾ ഒരാളെ നറുക്കെടുത്തിട്ട് വിന്നറിനെ സെലക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെന്താ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഏകദേശം ഫ്ലവേഴ്സൊക്കെ ഞാനിങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചിലത് വെറൈറ്റിക്കായിട്ട് സൈഡിൽ നിന്നും മുകളിൽ നിന്നൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്ലോറൽ സ്റ്റിക്കേഴ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടോട്ടലി 12 സ്റ്റിക്കേഴ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നെങ്കിൽ ഇപ്പോൾ തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്കർ പോലെ ആക്കാം. പക്ഷെ ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. കട്ട് ചെയ്ത് വെച്ചാൽ എൻ്റെ മോൻ്റെ കാര്യമാണ്. അതൊക്കെ എവിടെ പോകുമോ നമുക്കറിയില്ല. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഗ്ലിറ്റർ ലൈൻ പാറ്റേൺസ് ഉണ്ടാക്കാം.
ഇതിന് വേണ്ടിയിട്ട് അതായത് കാര്യങ്ങളൊന്നും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫുൾ സൈസ് പേപ്പറിൽ ഇങ്ങനെ 6 കളേഴ്സ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഗ്രിഡ് ലൈൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, ഈസിയാണ്. അതുപോലെ ജേർണലിങ്ങിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്. അതാണല്ലോ നമുക്ക് വേണ്ടത്, പണി കുറവും ഭംഗി കൂടുതലും. അപ്പോൾ അത് ഇതിലെന്തായാലും കിട്ടും കേട്ടോ. എന്നിട്ട് ഇതേ വളരെ സിമ്പിളാണ്. കുറച്ച് ഹൊറിസോണ്ടൽ, കുറച്ച് വെർട്ടിക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടും വരകൾ ഇങ്ങനെ വരച്ചാൽ നമുക്ക് ഗ്രിഡ് ലൈൻ പാറ്റേൺ കിട്ടും. ഇത് ഞാൻ ഇത്ര വിടത്തിൽ വരക്കാൻ രണ്ടുണ്ട് കേട്ടോ കാരണം. അതായത് ഇത് നമുക്ക് വാഷി ടേപ്പ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതല്ല ഇതുപോലെ സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടതേ ഞാൻ ഈ ഒരു ബ്ലാക്ക് ഗ്രിഡ് ലൈൻ നമുക്ക് വാഷി ടേപ്പ് ആക്കിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. അതുപോലെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് ഇതുപോലെ പല മിക്സ്ഡ് കളേഴ്സിൽ ഒരു വാഷി ടേപ്പ് ആക്കിയിട്ടും യൂസ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്വയർ പീസ് ആക്കിയിട്ട് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഫുൾ സൈസ് പേപ്പറിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 രീതിയിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇനി വാഷി ടേപ്സ് ആണ് കേട്ടോ. വാഷി ടേപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഞാൻ കളർ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വാട്ടർ കളർ യൂസ് ചെയ്യുന്നുണ്ട്, ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് കളർ നേരത്തെ ചെയ്ത് വെച്ചത്. അപ്പോൾ ഇത് നമുക്ക് വേണ്ട വിധത്തിൽ ഇങ്ങനെ നീളത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പാറ്റേൺസ് ഒക്കെ ഇതിൽ ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തെടുത്ത 2 വാഷി ടേപ്സ് നമുക്ക് ഓൾറെഡി അവിടെ ഉണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഫസ്റ്റ് അടിച്ചെടുത്തിട്ട കളർ ബ്രൗൺ ആണ്, പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ് ആണ്, പിന്നെ യെല്ലോ, പിന്നെ ബ്രൗൺ കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ്, അങ്ങനെയാണ് കേട്ടോ കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് 2 സ്ഥലത്തും മീൻസ് ഫസ്റ്റിലെ ബ്രൗണിലും അതുപോലെ താഴത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ഞാൻ കുറച്ച് കർസീവ് ലെറ്ററിൽ എന്തൊക്കെയൊക്കെയോ എഴുതി കൊടുക്കുകയാണ്. ചിലത് വേർഡ്സാണ്, ചിലത് സെൻറ്റൻസ് ഒക്കെ ആക്കുന്നുണ്ട്. നമ്മൾ വെറുതെ ഇങ്ങനെ ചുമ്മാ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ കർസീവ് അങ്ങനെ കുറച്ച് വിട്ടിലൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ മീൻസ് നമ്മൾ വിൻറ്റേജ് ലുക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വൃത്തിയില്ലാണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതുമ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയിലൊക്കെ കർസീവ് ആക്കിയിട്ട് എഴുതാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതെന്തായാലും നല്ല ഭംഗിയുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ 2 എണ്ണം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. തേർഡ് വൺ യെല്ലോ കളർ ചെയ്തെടുത്തതിൽ ഞാനൊരു കുറച്ച് കുഞ്ഞി മഷ്റൂംസ് പോലെയാണ് കേട്ടോ വരയ്ക്കുന്നത്. അങ്ങനെ നല്ല വൃത്തിയുള്ള മഷ്റൂംസ് ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് ഒന്ന് മുകളിൽ നിന്ന് ഒന്ന് താഴത്തു നിന്ന് നല്ല പോലെ ഇങ്ങനെ കുറച്ച് മഷ്റൂംസ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് വണ്ണിൽ ഞാൻ പെൻസിൽ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ ഈ സ്പൈറലൊക്കെ ഇങ്ങനെ വരയ്ക്കില്ല, അതുപോലെ കുറച്ച് ഡിസൈൻസ് പെൻസിൽ വെച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ബ്ലാക്ക് ആകുമ്പം ജെൽ പെൻ കൊണ്ടല്ലേ, അപ്പോൾ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴത്തെ വൈറ്റിലും ഒരു ഗ്രിഡ് ലൈൻ കൊടുത്തിട്ട് പിന്നെ എൻ്റെ കയ്യിൽ ബ്രൗൺ പേപ്പർ ഉണ്ടായിരുന്നു, അതിലും ഒരു ഗ്രിഡ് ലൈൻ പാറ്റേൺ വരച്ചെടുക്കുന്നുണ്ട്. ഗ്രിഡ് ലൈൻ ഇപ്പോൾ ഒരു പ്രാവശ്യം കാണിച്ചു തന്നല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വരകൾ ഇട്ടാൽ മതി. അപ്പോൾ ഇത് ഇത്രയും വാഷി ടേപ്സ് നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല മെത്തേഡ്സും കാണാറുണ്ട്. അപ്പോൾ ചിലവർ സർക്കിൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ചുറ്റി വെക്കും. പിന്നെ നമുക്കിതുപോലെ പഴയ ടാപ്സൊക്കെ ഉണ്ടെങ്കിൽ അതായത് നമ്മൾ സെല്ലോ ടാപ്പും അങ്ങനത്തെ ഒക്കെ ഡബിൾ സ്റ്റേഡ് ടാപ്പും അല്ലെങ്കിൽ ഡബിൾ സ്റ്റിക്കറൊക്കെ കഴിഞ്ഞ ആ റിങ് ഉണ്ടാവുമല്ലോ റൗണ്ട്, അതിന്മേലൊക്കെ നമുക്ക് സർക്കിൾ ചെയ്തിട്ട് ഇത് എടുക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ജസ്റ്റ് ആ പേപ്പർ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് പിന്നെ ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മളെ വാഷി ടേപ്സൊക്കെ ഇങ്ങനെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് കീപ്പ് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ എന്തായാലും ഇത്ര വാഷി ടിപ്സൊക്കെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇത് വർക്കിംഗ് ആണ് കേട്ടോ. നമുക്ക് വേണ്ടപ്പോൾ നമുക്ക് ഈ സാധനം ഇങ്ങനെ ലൂസാക്കിയിട്ട് ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് കൈകൊണ്ട് കീറി, അതുമില്ലെങ്കിൽ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ വാഷി ടേപ്സ്. അപ്പോൾ വാഷി ടേപ്സ് ഇത്രയേ ഉള്ളൂ, നേരത്തെ നമ്മൾ ഉണ്ടാക്കിയതും കൂടെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് വിൻറ്റേജ് ഫ്രെയിംസ് ഉണ്ടാക്കാം കേട്ടോ.
ഫ്രെയിം ഉണ്ടാക്കാം. കുറേ അധികമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒരു 3-4 ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുവരെ ചെയ്ത എല്ലാത്തിലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് കട്ടിയുള്ള വൈറ്റ് പേപ്പറാണ് കേട്ടോ. അത് ഞാൻ ഇന്നാളെ ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. 4 രൂപക്ക് നമ്മളെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് എന്താ അതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫസ്റ്റ് ബോർഡറിൽ ഞാൻ ബ്ലാക്കും വൈറ്റും മിക്സ് ചെയ്തിട്ട് പെയിൻറ് ചെയ്തതാണ്. എന്നിട്ട് അതിൽ ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി 2 ഉണ്ടല്ലോ, ഞാൻ കോഫി വെച്ചിട്ട് ടീഡാ ചെയ്ത പേപ്പറാണ് കേട്ടോ. ആ കാണുന്ന പേപ്പർ സൈഡിൽ കാണുന്നത്. അതിൽ ചെയ്ത ഡിസൈൻ്റെ വീഡിയോസ് എങ്ങനെയോ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെയ്ത ഡിസൈൻസ് വീഡിയോ കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ എൻ്റെ ഐഡിയക്ക് ചെയ്ത കുറച്ച് ഡിസൈൻസ് ആണ്. പക്ഷേ പിൻട്രസ്റ്റിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും കേട്ടോ. മറ്റേ ക്യൂട്ട് ആൻഡ് എസ്തറ്റിക്കിൻ്റെ അത്ര ഉണ്ടാവില്ല വിൻറ്റേജ്, കാരണം കുറേയൊക്കെ പ്രിൻറ്റഡ് ആയിരിക്കും കാണുക. എന്നാലും കുഴപ്പമില്ലാത്ത കുറച്ച് ഡിസൈൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് 3 നമ്മൾ ഫ്രെയിം ആക്കിയിട്ട് ചെയ്തെടുത്തത്. ഇതിന് നമുക്ക് ഡയറക്റ്റ് ഗ്ലൂ വെച്ചിട്ടൊക്കെ ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും കോഡ്സൊക്കെ എഴുതണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം ചെയ്ത വർക്ക്. ഒരുപാട് കഷ്ടപ്പാടും ടൈമും എഫേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സപ്ലൈസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, പാറ്റേൺ പേപ്പേഴ്സും കോഡ്സും ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുമ്പോൾ വീഡിയോ ഒന്നും കൂടി ലെങ്തി ആയി പോകും വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് അതൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി പാറ്റേൺ പേപ്പർ ചെയ്യാനുണ്ട്, കോഡ്സ് ഉണ്ട്, പിന്നെ കുറച്ച് ലീഫ് ആൻഡ് ഫ്ലവേഴ്സിൻ്റെ ഡ്രൈ ചെയ്യുന്നത്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളും കൂടെ കുറച്ച് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് കാര്യങ്ങളും. അപ്പോൾ അതൊക്കെയാണ് പാർട്ട് 2 ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയും കണ്ടതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഞാൻ ഇന്ന് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം.